സൈമൺ ഡിക്രൂസ്, നമ്മൾ ആ വിമാനാപകടമുണ്ടായ ആദ്യ ദിവസം ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു ഏതെങ്കിലും തരത്തിൽ ബേഡ് ഹിറ്റിൻ്റെ ചാൻസ് താങ്കൾ കാണുന്നില്ലെന്നും, ഇത് എഞ്ചിൻ തകരാറ് തന്നെയാണ് എന്ന് താങ്കൾ അന്ന് അനുമാനം പറഞ്ഞിരുന്നു. ശരിയാണ്, എഞ്ചിൻ തകരാറ് തന്നെയാണ്. പക്ഷേ എഞ്ചിൻ തകരാറ് സ്വാഭാവികമായി ഉണ്ടായതല്ല, അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന പോലെ ഉണ്ടായതല്ല. അതിലേക്ക് ഏറ്റവും പ്രധാനമായി എത്തേണ്ട ഇന്ധനമൊഴുക്കുന്ന ആ സ്വിച്ച് അതുവരെ കൃത്യമായി പ്രവർത്തിക്കുകയും ആ സമയമായപ്പോൾ ഓഫാക്കുകയോ ചെയ്തു. ഇന്ധന സ്വിച്ചുകൾ ഒറ്റ സെക്കൻഡ് ഇടവേളയിൽ ഓഫ് ചെയ്യേണ്ട എന്തെങ്കിലും സാഹചര്യം അപ്പോൾ ഉണ്ടായിരുന്നുമില്ല. എന്തുണ്ടാകാനാണ് സാധ്യത എന്നാണ് താങ്കളുടെ ഇപ്പോഴത്തെ ഒരു അനുമാനം, ശ്രീ സൈമൺ ഡിക്രൂസ്? അപകടമുണ്ടായ സംഭവം തന്നെ നമുക്കെല്ലാവർക്കും വളരെയധികം ഞെട്ടലുണ്ടാക്കിയൊരു സംഭവമാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിലും വലിയൊരു ഞെട്ടലാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം നമ്മൾ ആരും തന്നെ ഇങ്ങനെ ഒരു സാധ്യത ഈ ഒരു അപകടത്തിൽ ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ല. കാരണം ഈ ഫ്യൂവൽ സ്വിച്ച് യാതൊരു കാരണവശാലും അപകടപരമായിട്ട് അത് ഓഫാകാറില്ല, കൈ തട്ടിയോ. കാരണം നേരത്തെ ഉള്ള ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ സ്വിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇത് പ്രവർത്തിക്കാനാവൂ. കാരണം ഇത് 2-3 വിരൽ ഉപയോഗിച്ച് പൊക്കിയതിന് ശേഷം മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാവൂ. അപ്പോൾ അത് അറിയാതെ തട്ടിപ്പോകുന്ന ഒരു സംഭവം ഇതിനകത്തുണ്ടാകുന്നില്ല. അപ്പോൾ ഇത് ആരാണ് പൈലറ്റാണോ കോപ്പൈലറ്റിൻ്റെ കയ്യിൽ നിന്നാണോ ഒരു വീഴ്ച ഉണ്ടായത് ഇപ്പോൾ നമുക്ക് പറയാനുള്ള സാധ്യതയില്ല. കാരണം കുറച്ചുകൂടി കൂടുതൽ ഇത് സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്നത് one pilot asked the other pilot why you switched off. I didn't do it എന്ന് പറയുന്നു. ഇത് ആരോട് ചോദിച്ചതെന്ന് ഈസി ആയിട്ട് കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അനലൈസ് ചെയ്താൽ മനസ്സിലാവും. കാരണം 2 പൈലറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത്. ഹെഡ്സെറ്റിൽ കൂടിയാണല്ലോ സംഭാഷണങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറോ ശരിയായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ആരോട് ചോദിച്ചു എന്നുള്ളത് കൂടുതൽ പുറകെ നമ്മൾ മനസ്സിലാക്കും ആരാണ് ചോദിച്ചതെന്നുള്ളത്. പിന്നെ ഈ ആത്മഹത്യാ പ്രകടനത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പരിശോധന ഉണ്ടാവേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇനി ഇലക്ട്രോണിക്കലി തന്നെ ഈ സ്വിച്ചുകൾ ഓഫായി പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന സംശയമൊക്കെ ദൂരീകരിക്കപ്പെടണം. ഞാൻ അങ്ങനെയൊക്കെ എത്താം സർ. ക്യാപ്റ്റൻ ശശികുമാർ, അങ്ങനെ ഒരു തിയറി ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ നാളായിട്ട് ഈ ഏവിയേഷൻ സേഫ്റ്റിയിലുള്ള ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ ഉള്ളതുപോലെ തന്നെ കോക്ക്പിറ്റ് വീഡിയോ റെക്കോർഡർ വേണമെന്നുള്ളത്. പക്ഷേ എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ്റെ ശക്തമായ എതിർപ്പ് കാരണം അത് ഇതുവരെ എല്ലാ ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ കോൺഗ്രസിലും FAA-യിലും വളരെയധികം ശക്തമായ ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എയർലൈൻ പൈലറ്റിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഇതുവരെ അത് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു കോക്ക്പിറ്റ് വീഡിയോ റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു താങ്കൾ പറഞ്ഞത്. ശരിയുമാണ്, അത് കുറച്ചുകൂടി വ്യക്തമായിരുന്നു. പക്ഷേ എന്ന് പറയുമ്പോൾ പോലും നമുക്ക് അടുത്ത കാലത്തുണ്ടായ വിമാനാപകടങ്ങളിൽ ഇത്രത്തോളം ദൃശ്യങ്ങളുള്ള മറ്റൊരു വിമാനാപകടം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു പയ്യൻ ഒരു വിദ്യാർത്ഥി അത് ചിത്രീകരിക്കുകയും ഒക്കെ പറന്നുയരുന്നതിൻ്റെ ഒക്കെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. താനും അത് അന്വേഷണത്തെ ഹെൽപ്പ് ചെയ്യേണ്ടതുമാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം.